രാജസ്ഥാനിലെ മനീഷ് ഭായിയുടെ ഗ്രാമത്തിന് സമീപം മനോഹരമായൊരു വന്യജീവി സങ്കേതമുണ്ട്. അവിടുത്തെ മൃഗങ്ങളെയും പക്ഷികളെയും കാണാനാണ് ഇന്നത്തെ യാത്ര. വരൂ, നമുക്ക് കഥ പറയാം. പ്രിയപ്പെട്ട സുഹൃത്ത് മനീഷ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. മഥാനിയയിലെ അവൻ്റെ വീടിന് സമീപം 1 കിലോമീറ്റർ മാത്രം അകലെ നിറയെ വന്യജീവികൾ വിഹരിക്കുന്ന ഒരിടമുണ്ട്. മാനുകളും നീലക്കാളകളും കൃഷ്ണമൃഗങ്ങളും പിന്നെ യഥേഷ്ടം പക്ഷികളും. കൂട്ടിനകത്ത് നിന്ന് മാത്രം കണ്ട ഈ മൃഗങ്ങൾ സ്വതന്ത്രമായി വിലസുന്നത് കാണാനാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്ത ഇനം പക്ഷികളെ മനസ്സു നിറയെ കണ്ടു. സൗന്ദര്യം തോറ്റുപോകുന്ന ഭംഗി. വന്യജീവികൾക്ക് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷണം നൽകുകയാണ് ഇത്തരം സങ്കേതങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരിടമല്ലാത്തതിനാലാണ് മൃഗങ്ങളെപ്പോലെ എനിക്കും ഇവിടെ സ്വൈരവിഹാരം നടത്താനാവുന്നത്. एरिया में लगभग 7 गांव हैं, ठीक है। 7 गांवों के बीच ये 3 तालाब है. 7 ഗ്രാമങ്ങൾക്ക് നടുവിലാണ് ഈ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 3 തടാകങ്ങളുണ്ട്. മൃഗങ്ങളെല്ലാം ഇവിടെ എത്തിയാണ് വെള്ളം കുടിക്കുന്നത്. മരുഭൂമി കണക്കെ ഒരു പ്രദേശമാണ് ഈ സങ്കേതം. ചിലയിടങ്ങളിൽ മാത്രം മരങ്ങളും അവയുടെ തണലുമുണ്ട്. ചില കായ്ക്കനികളുണ്ട്, പിന്നെ ശുദ്ധമായ വെള്ളവും. മണ്ണും മനുഷ്യനും പക്ഷികളും മൃഗങ്ങളും പിന്നെ മരങ്ങളും പുൽക്കൊടികളും തടാകങ്ങളുമൊക്കെ ഒന്നുചേർന്ന മനോഹരമായൊരു കവിതയാണ് ഈ പ്രകൃതി. ഉള്ളറിഞ്ഞ് വായിക്കുന്നവർക്ക് മാത്രം അത് ആസ്വദിക്കാനാകും. ഏകദേശം 500 ഏക്കർ വിശാലമായ ഒരു സങ്കേതമാണ് ഇത് എന്നാണ് മനീഷ് പറയുന്നത്. രാജസ്ഥാൻ്റെ ഔദ്യോഗിക പട്ടികകളിലൊന്നും ഉൾപ്പെടാത്ത ഒരു ഹിഡൻ ജം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ച മനീഷിന് ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും കാണാം.